ഹായ് ഹായ്. ഇന്നിറങ്ങിക്കോണം ഈ അങ്കത്തട്ടിന്ന്, ഈ കൊട്ടാര വളപ്പിന്ന്, ഈ ടെറിട്ടറിന്ന്. ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എന്താണ് ഓൺ പേജ് SEO, അതുപോലെ തന്നെ കണ്ടന്റ് ക്രിയേഷൻ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൺ പേജ് SEOയിൽ വരുന്നതാണ്. പിന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് കാര്യങ്ങളൊക്കെ, പിന്നെ അതിന്റെ ടൂൾസ് ഒക്കെ നമ്മൾ പഠിച്ചു അല്ലേ? അതെ, പഠിച്ചു. കഴിഞ്ഞ വീഡിയോയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൂഗിൾ അനലിറ്റിക്സും സെർച്ച് കൺസോളും പിന്നെ നമ്മൾ കീവേഡ് റിസർച്ച് ചെയ്യാന്നുള്ളതൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേപോലെ ഈ മുന്നത്തെ വീഡിയോയിലാണെങ്കിൽ നമ്മൾ യോസ് SEO നോക്കിയിട്ടുണ്ടായിരുന്നു. അതായത് യോസ് SEO നമുക്കറിയാലോ, അതെ വേർഡ്പ്രസിന്റെ ഒരു പ്ലഗിൻ ആണ് ഓൺ പേജ് SEO ചെയ്യാനുള്ളത്. അതൊക്കെയായിരുന്നു നമ്മൾ കഴിഞ്ഞ 2 വീഡിയോസിലായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ വീഡിയോ കാണാത്തവര് ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഈ വീഡിയോ കാണാൻ ശ്രമിക്കാം. ആ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ഇത് മനസ്സിലാവില്ല. ഇല്ലല്ലോ. അപ്പൊ ഇല്ല, ഡിഫറെന്റ് ഇതാണ്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, റെഫറൻസ് ആയിട്ട് നമ്മൾ പറയും. കഴിഞ്ഞ വീഡിയോയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, അപ്പൊ അതിനെ റെഫറൻസ് ആക്കിയിട്ടാണ് നമ്മൾ ഇത് എടുക്കുക. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾ മസ്റ്റ് ആയിട്ട് അത് വാച്ച് ചെയ്യണം. വാച്ച് ചെയ്തതിനു ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, ഇതിൽ വാച്ച് ചെയ്താൽ മതി. ഓക്കെ. ഇന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ എന്താണ്, ടെക്നിക്കൽ SEO എന്താണെന്നുള്ളതാണ്. അപ്പൊ അത് എന്താണ്, അതിൽ എന്തൊക്കെ ടോപ്പിക്സ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലെ? അപ്പൊ നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് ഒരു ചെറിയ സമ്മറി കൊടുക്കാം അല്ലെ? കഴിഞ്ഞ വീഡിയോയിൽ എന്തൊക്കെ പഠിച്ചേ, ഓൺ പേജ് SEO നമ്മൾ എന്തൊക്കെ പഠിച്ചത്, കണ്ടന്റ് ക്രിയേഷന്റെ ഇമ്പോർട്ടൻസ്, ഈ കണ്ടന്റ് കാര്യങ്ങളൊക്കെ വരുന്നത് എന്തിലാണ്, ഓൺ പേജിലാണ്. ബ്ലോഗ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്ക് ഓൺ പേജിലാണ് വരുന്നത്. ഓക്കെ, അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തുടക്കത്തിലുള്ള വീഡിയോയിൽ. പിന്നെ നമ്മള് മെയിൻ ആയിട്ട് പിന്നീടുള്ള വീഡിയോസിൽ നമ്മൾ SEO ടൂൾസിനെ കുറിച്ചൊക്കെയാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇന്ന് അതേ നമ്മളന്ന് ക്രിയേറ്റ് ചെയ്ത വെബ്സൈറ്റിൽ ഈ ടെക്നിക്കൽ SEO, അതായത് കുറച്ച് സംഭവങ്ങൾ വരുന്നുണ്ട്. അപ്പൊ അതെല്ലാം എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മുടെ സൈറ്റ് സെർച്ച് കൺസോളുമായിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് സൈറ്റ് കിറ്റ് വെച്ചിട്ട് കണക്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ സെർച്ച് കൺസോൾ എന്താണ്, പിന്നെ അതുപോലെ സൈറ്റ് കിറ്റ് എന്താ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലേ, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നോക്കുക. അത് നോക്കിയതിനു ശേഷം മാത്രം ഇത് നോക്കിയാൽ മതി. ഓക്കെ. അതെ. നെക്സ്റ്റ്, അപ്പൊ ഇനി എന്താണ് നമുക്ക് ടെക്നിക്കൽ SEO എന്നുള്ളതാണ് അവർ പറഞ്ഞത്. ടെക്നിക്കൽ SEO എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ടെക്നിക്കലി ആയിട്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിലൊന്നാണ് നമ്മുടെ പേജിന്റെ സ്പീഡ്. അതായത് ഈ പേജ് ഇപ്പോൾ ലോഡ് ചെയ്യുന്ന സ്പീഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പൊ മൊബൈലിൽ എടുക്കുന്ന സമയത്ത് ചില വെബ്സൈറ്റുകൾ പതുക്കെ വരുന്നുണ്ടാവുക, ചില വെബ്സൈറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫാസ്റ്റ് ആയിട്ട് തന്നെ വരുന്നുണ്ട്. അപ്പൊ വെബ്സൈറ്റിന്റെ സ്പീഡ് മാക്സിമം എന്ത് ചെയ്യാം, ഇൻക്രീസ് ചെയ്യാൻ വേണ്ടി നോക്കണം. അതാണ് മെയിൻ ആയിട്ട് ടെക്നിക്കൽ SEO ഒന്നാമത്തേതായിട്ട് വരുന്നത്. അതായത് ആ ഇഷ്യൂസ് ഒക്കെ എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാല് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്നിടത്താണ് നിങ്ങൾ നോക്കേണ്ടത്. കാരണം എന്താ വെച്ചാല് വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾ എന്ത് ചെയ്യില്ല, ചില സമയത്ത് മൊബൈലിന് റെസ്പോൺസീവ് ആക്കിയിട്ട് എന്ത് ചെയ്യില്ല, നിങ്ങൾ ചെയ്യില്ല. ഇപ്പൊ മൊബൈൽ റെസ്പോൺസീവ് എന്നൊക്കെ വെച്ചാൽ ഉദ്ദേശിച്ചത്, ഇപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യും. നമ്മളിപ്പോ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഡെസ്ക്ടോപ്പിന് മാത്രം എന്നുള്ള രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഈ പറഞ്ഞ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അത് മൊബൈൽ സൈസിലേക്ക് എടുത്തു നോക്കിയാൽ മൊത്തം അലമ്പായിരിക്കും. അതായത് ഒരു പ്രോപ്പറായി നമുക്ക് കാണാൻ പറ്റൂല. നേരെ മറിച്ച് അതിന് എന്ത് ചെയ്യേണ്ടി വരും, സ്ക്രോൾ ചെയ്ത് ഇപ്പൊ ഒരു പേജിൽ നിന്ന് മറ്റേ പേജിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, ഒരു മെനു ബാർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രോൾ ചെയ്ത് പോകേണ്ടി വരും. കാരണം എന്താ, നമ്മൾ സൈസ് ഈ സ്ക്രീൻ കാണുന്നുണ്ടോ, ഈ സ്ക്രീനിന്റെ സൈസിലേക്കാണ് നമ്മൾ വെബ്സൈറ്റ് ഉണ്ടാക്കിയത്. മൊബൈലിൽ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് തന്നെ ഇല്ല. അതും കൂടി ഒന്നും കൂടി പറയാം. അതായത് നമ്മൾ ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. ഒന്ന്, നമുക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ ഡെസ്ക്ടോപ്പിന്റെ സൈസിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ഐപാഡിന്റെ സൈസിലേക്ക്, പിന്നെ മൊബൈൽ സൈസിലേക്ക്. ഓക്കെ. അപ്പൊ ഈ 3 സ്ക്രീനും നമ്മൾ എന്ത് ചെയ്യണം, ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കൺസിഡർ ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് വേർഡ്പ്രസ്സിലാണ്. ഇനി HTML CSS ഈ HTML CSS എന്താ നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ അടുത്ത പ്ലേലിസ്റ്റ് എന്താണ്, HTML CSS ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു പ്ലേലിസ്റ്റ് വരുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതായത് സ്ക്രാച്ച് മുതൽ ബേസിക് മുതൽ നിങ്ങൾക്ക് അതിലും പഠിപ്പിച്ചു തരുന്നതാണ്. അപ്പൊ അത് കാണാം. അത് കണ്ടാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ഓൺ വെബ്സൈറ്റ്, അതായത് ഈ പറഞ്ഞ പോലെ ഡ്രാഗ് ആൻഡ് ഡ്രോപ്പ് ഒന്നും അല്ലാതെ നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെബ്സൈറ്റ് അത് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അതിനു വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക, അതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ. അപ്പൊ അതാണ് ഇപ്പൊ പറഞ്ഞത്. ടോട്ടൽ ഇങ്ങനെ മനസ്സിലാക്കിയത്, റെസ്പോൺസീവ് എന്ന് വെച്ചാൽ മൊബൈൽ സൈസിലാവട്ടെ, ഐപാഡിൽ എടുത്താലാവട്ടെ, ഡെസ്ക്ടോപ്പിൽ എടുത്താലും നമുക്ക് എന്ത് ചെയ്യും, പ്രോപ്പറായി കിട്ടും. അതിനാണ്. അപ്പൊ അതൊക്കെ സൂക്ഷിച്ച് വേണം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ. പിന്നെ ഇമേജ് ഇടുമ്പോൾ, ഇപ്പൊ ബാനറിൽ നിങ്ങൾക്ക് ഒരു ഇമേജ് വേണം.
ഇമേജ് വരുന്ന സമയത്ത് ഇതിനൊക്കെ ഓരോ റെസൊല്യൂഷൻ ഉണ്ടാവും. ഇപ്പൊ റെസൊല്യൂഷൻ എന്ന് വെച്ചാൽ എന്താ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ മൊബൈൽ സൈസ് എത്തുമ്പോൾ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജ് എന്ത് ചെയ്യണം, ആ പിക്സലിന് മാത്രം നമുക്ക് കിട്ടണം. പിക്സൽ എന്ന് വെച്ചാൽ അതിന്റെ ഒരു സൈസാണ്. അപ്പൊ എന്ത് ചെയ്യാം, അപ്പൊ അതൊക്കെ നിങ്ങൾ സൂക്ഷിച്ച് വേണം ഉണ്ടാക്കുക. അതായത് ബാനർ ഇടുമ്പോൾ ഡെസ്ക്ടോപ്പിന് ഒരു സൈസ് ആയിരിക്കും, അതുപോലെ തന്നെ മൊബൈൽ സൈസിൽ വേറെ അല്ലെ. ഇപ്പൊ ഡെസ്ക്ടോപ്പിന്റെ ഇമേജ് നേരെ മൊബൈൽ സൈസിലൊന്നും എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അത് ആ രീതിയിൽ നിങ്ങൾ ചിന്തിക്കുക. ഇതിനാണ് പറയുന്നത് UX UX വെച്ച് യൂസർ എക്സ്പീരിയൻസ് എന്നാണ്. അതായത് യൂസറിന് ഉപയോഗിക്കുമ്പോൾ ഒരു എന്താണ് പ്രോപ്പർ ആയിരിക്കണം. നിങ്ങൾ പറഞ്ഞ പോലെ ബട്ടണൊക്കെ എവിടെയോ വെക്കുന്നത് അതൊക്കെ അല്ലാതെ UX-നായിട്ട് ഒരു റൂൾ ഉണ്ട്. അത് ഫോളോ ചെയ്തിട്ട് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്ക് ടെക്നിക്കൽ SEO ഒക്കെ നന്നായി ചെയ്ത് അതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. എന്നാൽ മാത്രമാണ് നമ്മുടെ വെബ്സൈറ്റിൽ കയറുന്ന യൂസേഴ്സിനെ വെബ്സൈറ്റിൽ വിളിച്ചെടുത്താൻ പറ്റുള്ളൂ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, ഒരാൾ വെബ്സൈറ്റിലേക്ക് കയറുന്ന സമയത്ത് ആ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആ വെബ്സൈറ്റ് ഒരുപാട് ലോഡിംഗ് ടൈം എടുക്കുന്നുണ്ടെങ്കിൽ അതിന് ഇറങ്ങി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതിൽ നമുക്ക് ഒരിക്കലും ഒരാളെ പിടിച്ചെടുത്താൻ വേണ്ടി പറ്റൂല. അപ്പൊ നമുക്ക് വരുന്ന ട്രാഫിക് കുറയും. അതായത് അപ്പോ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ഇത് മാത്രമല്ല, ലോഡിങ് മാത്രമല്ല, അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിലും ഇഷ്യൂ ആണ്. അവർ ഇറങ്ങിപ്പോകൂലേ. എത്രയോ നമ്മൾ SEO ചെയ്ത് ടോപ്പിൽ എത്തിച്ചാലും അവര് നിങ്ങൾ ചിന്തിച്ചാൽ മതി, സൈറ്റ് പ്രോപ്പർ അല്ല, നിങ്ങൾക്ക് കാണാൻ ഭംഗിയില്ല, അല്ലെങ്കിൽ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നിട്ട് നിങ്ങൾ ഇറങ്ങിപ്പോകും. നമ്മളാണെങ്കിൽ അങ്ങനെ തന്നെയാണ് അല്ലേ. നല്ലൊരു സൈറ്റ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഇറങ്ങിപ്പോകും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് വരുന്നത് XML സൈറ്റ് മാപ്പ് ആണ്. സൈറ്റ് മാപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരുപാട് നമ്മുടെ വെബ്സൈറ്റിൽ ഒരുപാട് പേജുകൾ ഉണ്ടാവും. ആ പേജിനൊക്കെ ഒരുപാട് ലിങ്ക് ഉണ്ടാവും. ഈ ലിങ്കുകളെല്ലാം കൂടെ കൂടി ചേർന്നിട്ടുള്ള ഒരു ഫയലാണ് എന്ത് സൈറ്റ് മാപ്പ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ അബൌട്ട് പേജ് ഉണ്ടാവും, കരിയർ പേജ് ഉണ്ടാവും അല്ലെ, കോൺടാക്ട് അസ് പേജ് ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ ഓരോ പേജാണ്. അപ്പൊ ഈ പേജിന്റെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മുകളിൽ ഒരു ലിങ്ക് കിട്ടും. ലിങ്ക് കിട്ടുന്ന എങ്ങനെയാ വെച്ചാൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ www.bestden.com/about എന്നാണ്ടാവും. അപ്പൊ അതൊരു ലിങ്ക്. ആ ലിങ്കിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സൈറ്റ് മാപ്പിൽ ഇടുന്നത്. ഓക്കെ, അത് മനസ്സിലായോ? അതെ, ഈ സൈറ്റ് മാപ്പ് ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ഗൂഗിൾ സെർച്ച് കൺസോളിലേക്ക് നമ്മളെ ഈ സൈറ്റ് മാപ്പും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം. ഈ സൈറ്റ് മാപ്പ് എവിടെയുള്ളത് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ USSEO എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലഗിന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ ഒരു പ്ലഗിന് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇൻസ്റ്റാൾ ചെയ്ത പ്ലഗിനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈറ്റ് മാപ്പ് ഉണ്ട്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വീഡിയോയിലും എവിടെയാന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ സൈറ്റ്, നമ്മളന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റ് എന്ന് പറയുന്നത്. ഇതിന്റെ സ്പീഡ് നമ്മൾ ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ ഈ URL എന്ത് ചെയ്യുക, നമ്മൾ കോപ്പി ചെയ്യുക. അതായത് നമ്മൾ റെസ്പോൺസീവ് ആണോ, ഇതിന്റെ പെർഫോമൻസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. ആ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യുക, ആ URL കോപ്പി ചെയ്യുക. എന്നിട്ട് പുതിയ ടാബ് ഓപ്പൺ ആക്കിയിട്ട് നമ്മൾ ഗൂഗിളിൽ പോയിട്ട് പേജ് സ്പീഡ് ചെക്കർ എന്ത് ചെയ്യുക, നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക, പേജ് സ്പീഡ് ചെക്കർ. അപ്പൊ നമുക്ക് ഈ റെസ്പോൺസീവ് ആണോ അല്ലേ എല്ലാം കിട്ടൂലേ, അതെല്ലാം കിട്ടും. അതിന്റെ പെർഫോമൻസ് എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അതെ, നമുക്ക് എല്ലാം അറിയാൻ വേണ്ടി പറ്റും. ഒരു ഫസ്റ്റ് കാണുന്ന സൈറ്റ് ഉണ്ട്, ഈ ഒരു സൈറ്റ് എന്ത് ചെയ്യാം, അത് നമ്മൾ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഇപ്പൊ കോപ്പി ആക്കിയിട്ടുള്ള നമ്മളെ സൈറ്റ്, നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള സൈറ്റ്, ആ സൈറ്റ് എന്ത് ചെയ്യാം, അതിന്റെ URL ഇവിടെ നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഫ്രീ ആയിട്ട് ഉണ്ടാക്കിയ സൈറ്റ് ആണ്. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ സ്പീഡ് അറിയാൻ പറ്റും. അതായത് കമ്പ്യൂട്ടറിൽ ഏത് രീതിക്കാണ് പെർഫോം ചെയ്യുന്നത്, മൊബൈലിൽ നമ്മുടെ വെബ്സൈറ്റ് ഏത് രീതിക്കാണ് പെർഫോം ചെയ്യുന്നത്, അതേപോലെ നമ്മൾ ചെയ്ത SEO സ്കോർ കാര്യങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സൈറ്റിന്റെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഡെസ്ക്ടോപ്പിൽ ഒരു ഓപ്ഷൻ ഉണ്ട്, അതുപോലെ തന്നെ മൊബൈൽ ഫോണിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന്റെ SEOന്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ നോക്കിയിട്ടുണ്ടായിരുന്നു, Yoast SEO. അപ്പൊ ആ ഒരു സാധനം സംഭവം വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാറ്. ഇതിന്റെ പെർഫോമൻസ് കണ്ടോ ഇപ്പോ, അതായത് ഡെസ്ക്ടോപ്പിൽ ഇതിന്റെ പെർഫോമൻസ് വരുന്നത് 91% വരുന്നത്. പിന്നെ അക്സസിബിലിറ്റി വരുന്നത് 89. ആക്സസിബിലിറ്റി എന്താ വെച്ചാല് 89% ആണ്. അപ്പൊ അതെന്താ കുറവ് നമുക്ക് കാണാൻ പറ്റും. അത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഇവിടെ താഴോട്ട് വരുന്ന സമയത്ത് ഈ ഒരു വെബ്സൈറ്റിന്റെ ഇഷ്യൂസ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. അതായത് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കാണാൻ വേണ്ടി കാണിക്കും. അതിലിവിടെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും എന്തിന്റെ ഇഷ്യൂ ആണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ ആ ഒരു ഇഷ്യൂ എന്ത് ചെയ്യാം, നമ്മൾ മാറ്റിയെടുത്ത് വരാം. ആ വേർഡ്പ്രസ് തീമിന്റെ
പ്ലഗ് ഇഷ്യൂസ് ആണ്. പ്ലഗിന്റെ ഇഷ്യൂ ആണ്. ആ, പ്ലഗിന്റെ അല്ല, പ്ലഗിൻ ഉപയോഗിച്ചതിന്റെ ഇഷ്യൂ. അതെ അതെ. അപ്പൊ ഇതേപോലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നമ്മൾ കാണിക്കും. അപ്പൊ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്യാ, നോട്ട് ചെയ്ത് ഇമേജിന്റെ ഹെഡറിൽ കൊടുത്തിട്ടുള്ളത്, അതിന്റെ കേബിന്റെ സൈസ് കൂടുതൽ, ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെയൊക്കെ സൈസ് കുറച്ചിട്ടൊക്കെ നമ്മൾ ഈ ഒരു ഇഷ്യൂ എന്ത് ചെയ്യുക, മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ വരുന്നത് താഴോട്ട് വരുന്ന സമയത്ത് നമുക്കിവിടെ ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് നോക്കുക. അതെല്ലാം എന്താ, ഇമേജിന്റെ സൈസ് കൂടുതലാണ്. ടോട്ടലി നമുക്ക് 998 KB വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇമേജിന്റെ ഒക്കെ സൈസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് ചെയ്യാ നോക്കുക. ഈ ഒരു സൈറ്റ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കൃത്യമായിട്ട് നോക്കാം. റെസ്ട്രിക്ട് ചെയ്ത് പോവാം. ഓക്കെ, അതപ്പോ അങ്ങനെ തന്നെ. അപ്പൊ സമയം കാണും നമുക്ക്. അതെ, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് എവിടെയായിരുന്നു, സൈറ്റ് മാപ്പ്. സൈറ്റ് മാപ്പ് നമ്മളെ സൈറ്റിൽ എവിടെയാണ് ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. സൈറ്റ് മാപ്പ് മനസ്സിലായില്ലേ? സൈറ്റ് മാപ്പ് എന്താ, നമ്മള് പറഞ്ഞ URL-ന്റെ കരിയർ പേജ്, അബൌട്ട് പേജ്, അങ്ങനെയുള്ള എല്ലാ പേജിനെയും നമ്മൾ ഒരു സെറ്റ് ഓഫ് സംഭവമാക്കി, എന്നിട്ട് അതിനെയാണ് നമ്മൾ ഇവിടെ കൺസോൾ ഇട്ട് കൊടുക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, കൺസോള് നമ്മൾ എന്താ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, എന്നിട്ട് അത് എന്തിനാ വെച്ചാൽ നമുക്ക് സെർച്ച് എഞ്ചിന് നമുക്ക് മനസ്സിലാക്കും. ആദ്യം സെർച്ച് എഞ്ചിന് പഠിപ്പിച്ചു കൊടുക്കണ്ടേ, അതിനു വേണ്ടിയാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. ഓക്കെ, സെർച്ച് എഞ്ചിൻ ഞാനിപ്പോ ഗൂഗിളിൽ ഒരു സെർച്ച് എഞ്ചിൻ പഠിപ്പിച്ചു. നമ്മൾ മുന്നത്തെ വീഡിയോസിൽ നമ്മൾ അതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. പഠിപ്പിച്ചാൽ പിന്നെ ബോറടിപ്പിക്കണ്ട. ഇപ്പൊ ഇത് USSO എന്നുള്ള ഒരു പ്ലഗിൻ ആണ്. ഇവിടെ നമുക്ക് ഇതിന്റെ ജനറൽ സെറ്റിംഗ്സ് ഉണ്ട്, അത് നമ്മൾ എന്ത് ചെയ്യാം, ഓപ്പൺ ചെയ്യാം. ഓക്കെ, എന്നിട്ട് സെറ്റിംഗ്സിലാണ്, ജനറൽ അല്ല, സെറ്റിംഗ്സ്. ശ്രദ്ധിക്കണം അമ്പാനെ, ശ്രദ്ധിക്കാം. ഓക്കെ, സെറ്റിംഗ്സിലാണ് പോണ്ടത്. സെറ്റിംഗ്സിലേക്ക് പോവാം. സെറ്റിംഗ്സിലേക്ക് പോയി കഴിയുമ്പോ നേരെ നമ്മൾ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, സൈറ്റ് മാപ്പ് വരുന്നുണ്ട്. ഇവിടെ വ്യൂ സൈറ്റ് മാപ്പ് എന്നുള്ളത് ഉണ്ടാവും. ഇത് ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഞാൻ ഈ സൈറ്റിൽ സൈറ്റ് മാപ്പ് ആഡ് ചെയ്തിട്ടില്ല, കാരണം ഒരു പേജ് മാത്രമാണ് നമ്മുടെ സൈറ്റിലുള്ളത്. ഇത് നമ്മുടെ സൈറ്റിന്റെ സൈറ്റ് മാപ്പ് ആണ്. അതെ, ഇത് നമ്മുടെ സൈറ്റിന്റെ ആണ്. അതേപോലെ തന്നെയാണ് ഇപ്പൊ നിങ്ങൾ ഒരു സൈറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്ലഗിനിൽ വന്നു കഴിഞ്ഞാൽ താഴെ തന്നെ എന്ത് സൈറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ ഇവിടെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ സൈറ്റ് മാപ്പിലേക്ക് റീഡയറക്റ്റ് ആവും. പിന്നെ ഇത് നമ്മൾ ഇൻഫിനിറ്റിയിൽ ഫ്രീ ഹോസ്റ്റിംഗിൽ ചെയ്ത സൈറ്റ് ആയതുകൊണ്ട് തന്നെ ഇത് നമ്മുടെ സൈറ്റിന്റെ URL അല്ല ഇവിടെ വരിക. ഇത് എന്താ വരിക, ഇൻഫിനിറ്റിന്റെ URL ആണ് വരിക. ഇത് നമ്മൾ ഒറിജിനൽ ആയിട്ടൊരു സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സൈറ്റ് മാപ്പ് ഇവിടെ നിന്ന് കിട്ടുന്നതായിരിക്കും. അല്ല, അപ്പൊ അത് എന്താ ചെയ്യാ, നമുക്ക് ആഡ് ചെയ്യണം എന്നൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് തന്നെ ചെയ്താൽ മതി. അതായത് ക്ലിക്ക് ചെയ്യുമ്പോൾ അതായത് ഒറിജിനൽ സൈറ്റിൽ വരുമ്പോ യൂസർ ഫേസ് എങ്ങനെ വരിക എന്ന് വെച്ച് കഴിഞ്ഞാല് അത് നമ്മളിപ്പോ കാണിച്ചു തരാം. അപ്പൊ വേറൊരു സൈറ്റിന്റെ എടുത്തു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും, അതായത് ഈ സൈറ്റ് മാപ്പ് നമ്മളെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഫസ്റ്റ് നമ്മുടെ എന്താണ് ഡൊമൈൻ, അതായത് ഇപ്പൊ www. എന്താണോ നമ്മുടെ website.com എന്നിട്ട് /sitemap.xml എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, എല്ലാ സൈറ്റിന്റെയും സൈറ്റ് മാപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മുടെ സൈറ്റിന്റെ നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. മനസ്സിലാക്കുക, www. നിങ്ങൾ എന്താണ് ഡൊമൈൻ കൊടുത്ത ആ ഡൊമൈൻ, ഫോർ എക്സാമ്പിൾ westland.com/ കൊടുത്തതിന് ശേഷം വീണ്ടും എന്ത് ചെയ്യുക, sitemap.xml എന്നുള്ളതാണ്. ഇങ്ങനെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, സൈറ്റ് മാപ്പിന്റെ ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും, എങ്ങനെയാണ് ആഡ് ചെയ്തത് എന്താന്നുള്ളത് അല്ലേ, കാണാൻ പറ്റൂല. അത് ട്രൈ ചെയ്ത് നോക്കാം. ഇനി നമ്മൾ ഈ സൈറ്റ് മാപ്പ് നമ്മുടെ സെർച്ച് കൺസോളിലേക്ക് എങ്ങനെയാണ് നമ്മൾ ആഡ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യാൻ നോക്കാൻ വേണ്ടി പോകുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മളുടെ സൈറ്റ് കിറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി നമ്മൾ സൈറ്റ് കിറ്റിന്റെ ഡാഷ്ബോർഡിലേക്ക് പോവാം. അപ്പൊ നമ്മൾ സൈറ്റ് മാപ്പിന്റെ ഡാഷ്ബോർഡിൽ എത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാൻ പറ്റൂ, ഇവിടെ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ട്രാഫിക്, അതായത് എത്ര ആളുകൾ വന്നു പോയി എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ കണ്ടന്റ്, ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്പീഡ് അറിയാൻ പറ്റും. പക്ഷെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതിന്റെ പെർഫോമൻസും കാര്യങ്ങളും നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇവിടെ മോണിറ്റൈസേഷന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ എന്താന്ന് നോക്കിയിട്ടുണ്ട്. അതെല്ലാം മോണിറ്റൈസേഷൻ എന്താ പറയുക, മോണിറ്റൈസേഷൻ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു വെബ്സൈറ്റിൽ കണ്ടന്റ് കാര്യങ്ങൾ വഴി ഗൂഗിളിൽ നമുക്ക് തരുന്ന ഒരു റവന്യൂ ആണ് ഇത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത്. വെബ്സൈറ്റിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും. അതെങ്ങനെ, അത് ഇതേപോലെ തന്നെ കറക്റ്റ് കണ്ടന്റ് കാര്യങ്ങളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരുപാട് ട്രാഫിക് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് വെബ്സൈറ്റ് വഴി
ഒരുപാട് ട്രാഫിക് വന്നാൽ നമുക്ക് ഇത് കിട്ടും. അതെ, അതിനുവേണ്ടി നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആഡ്സെൻസിലേക്ക് അപ്ലൈ ചെയ്യാം. നമ്മുടെ സൈറ്റ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും അതുവഴി കിട്ടും. നമുക്ക് ഇപ്പൊ ചില സൈറ്റിലൊക്കെ കയറുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇത് ആഡ് വരുന്നത് സൈറ്റിൽ. അപ്പൊ അങ്ങനെ ആഡ് വരുന്ന സൈറ്റിനൊക്കെ എന്തായാലും ഉണ്ടാവും, ഉണ്ടാവും. അതുകൊണ്ടാണ് അവർ ആഡ് സമ്മതിക്കുന്നത്. അതെ അതെ അതെ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, പൈസ ഉണ്ടാക്കാന്നുള്ളത് ഇപ്പൊ മനസ്സിലായി അല്ലേ? അതെ. മോണിറ്റൈസേഷൻ വെച്ചാല് അതും കൂടി പറഞ്ഞു കൊടുക്കാം. മോണിറ്റൈസേഷൻ വെച്ചാൽ എന്താന്ന് ഒന്നുമില്ല. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ യൂട്യൂബ് ചാനൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു എത്ര 4000 വാച്ച് അവർ കൂടി കഴിഞ്ഞാൽ 1000 സബ്സ്ക്രൈബേഴ്സ്. അതെ, 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവർ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ഉണ്ടാവും, ഈ പറഞ്ഞ പോലെ തന്നെ കുറച്ച് റവന്യൂ നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെയാണ് ഇതിലും. അതായത് നമുക്ക് ഇത്ര ട്രാഫിക് കൂടി ഇത്ര ഒരു കണക്കുണ്ടോ, ഇത്ര ആൾക്കാർ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും, കുറച്ച് പൈസ കിട്ടും എന്നുള്ള രീതിയിൽ. അപ്പോൾ അതും കൂടി എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതൊന്നും പൈസ ഉണ്ടാക്കാൻ പറ്റും. അതൊക്കെ നിങ്ങളുടെ ഐഡിയ ആണ്, എങ്ങനെയാണോ ആൾക്കാരെ കൂട്ടാറില്ല എന്നുള്ളതൊക്കെ നിങ്ങളുടെ ഐഡിയസ് ആണ്. അത് ഉപയോഗിച്ച് നിങ്ങൾ എന്ത് ചെയ്യാം. നിങ്ങൾക്ക് യൂട്യൂബ് SEO പഠിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇട്ടാൽ മതി. നമ്മൾ അതിനെ കുറിച്ച് യൂട്യൂബിന് വേണ്ടിയുള്ള SEOന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അതിന്റെ ടൂളും കാര്യങ്ങളും എങ്ങനെയൊക്കെ ചെയ്യണമെന്നുള്ള വെച്ചിട്ട് നമ്മൾ വീഡിയോ ചെയ്യണമായിരിക്കും. താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ നമ്മളൊന്ന് അറിയിക്കുക. നിങ്ങളുടെ ഇൻട്രസ്റ്റ് എന്ത് ചെയ്യുക, കാണിക്കാം. നമുക്ക് കാണിച്ചാലേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എത്രത്തോളം ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാനുള്ള കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഒന്നും കൂടി അതിനുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം അല്ലേ? ഇപ്പൊ നമ്മളിവിടെ ഡാഷ്ബോർഡിൽ വന്നിട്ടുണ്ട്. എന്നിട്ട് എന്ത് ചെയ്യാം, സെർച്ച് കൺസോൾ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്യും, നമ്മുടെ സൈറ്റിന്റെ സെർച്ച് കൺസോളിലേക്ക് നമ്മൾ റീഡയറക്റ്റ് ആവും. അപ്പോൾ നമ്മുടെ സെർച്ച് കൺസോളിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതാണ് നമ്മുടെ സെർച്ച് കൺസോൾ. ഇതിൽ നമ്മൾ കാണാൻ പറ്റും നേരെ താഴത്ത് ഇരുന്ന സമയത്ത് സൈറ്റ് മാപ്പ്, പേജസിന്റെ താഴത്ത് ഇൻഡെക്സിങ്ങിന്റെ ആ ഇതില് സൈറ്റ് മാപ്പ് എന്നുള്ളത് കാണാൻ പറ്റും. അപ്പൊ എന്ത് ചെയ്യാം, നമ്മളെ സൈറ്റ് മാപ്പ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അവിടെ നമ്മുടെ സൈറ്റിന്റെ നമ്മൾ എങ്ങനെയാണ് നേരത്തെ സൈറ്റ് മാപ്പിന്റെ കാര്യം പറഞ്ഞത്, സൈറ്റിന്റെ ഡൊമൈനും പിന്നെ /XML സൈറ്റ് മാപ്പ് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. നമുക്ക് എന്താണ് നമ്മുടെ സൈറ്റിന്റെ URL, പിന്നെ അതേപോലെ ഇവിടെ എന്ത് ചെയ്യാം, സൈറ്റ് മാപ്പ് .xml എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെ ആഡ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ സൈറ്റ് മാപ്പ് .xml, അതായത് ഈ സൈറ്റിന് എന്ത് ചെയ്തിട്ടില്ല, മറ്റേ സൈറ്റ് മാപ്പ് ആഡ് ചെയ്തിട്ടില്ല എന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സൈറ്റ് മാപ്പ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ സബ്മിറ്റഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക, സെർച്ച് കൺസോളിലേക്ക് സൈറ്റ് മാപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. അപ്പൊ അതങ്ങനെ ആഡ് ചെയ്ത് കൊടുത്ത സംഭവം സൈറ്റ് മാപ്പ് അവിടെ ആഡ് ചെയ്ത സൈറ്റ് മാപ്പ് നമ്മൾ സെർച്ച് കൺസോളിലേക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ വീണ്ടും എന്ത് ചെയ്യാം, നമ്മുടെ വെബ്സൈറ്റായിട്ട് തന്നെ പോവാം. നേരത്തെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് പോയില്ലേ, അങ്ങോട്ട് തന്നെ പോവാം. എന്നിട്ട് എന്ത് ചെയ്യാം, വീണ്ടും നമ്മുടെ സൈറ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. പിന്നെ അടുത്ത് നമ്മൾ നോക്കാനുള്ളതാണ് എന്ത്, robot.txt. അതായത് ഇപ്പോൾ നമ്മുടെ സൈറ്റിലേക്ക് ചില പേജുകൾ അലോ ചെയ്യാനും ഡിസലോ ചെയ്യാനും അതേപോലെ ചില പേജുകളിലേക്ക് റോബോട്ടിക്സിനെ കടത്തി വിടാണ്ടിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് എന്ത് robot.txt ഫയൽ എന്നുള്ള ഒരു സംഭവം വരുന്നത്. അതെങ്ങനെ ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാൻ പറ്റുമോ? എക്സാമ്പിൾ വെച്ച് പറഞ്ഞു കൊടുത്തു. അതായത് ഇപ്പോ ഒരു സൈറ്റ്, ഇപ്പോൾ ആ ഒരു സൈറ്റിൽ ഇപ്പോൾ ചില പേജിലേക്ക് അലോ ചെയ്ത് കൊടുക്കാതെ, അതായത് ഗൂഗിളിന്റെ റോബോട്ടിക്സ് ഉണ്ടാവും. അതായത് എന്താണ്, നമ്മൾ ക്രോളിങ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ക്രോളിങ് എന്താ പറഞ്ഞിരുന്നു? ക്രോളിങ് എന്താണെന്ന് അറിയില്ലേ? ക്രോളിങ് ഒന്നുമില്ല, ജസ്റ്റ് എന്തില്ല, ഇന്റർനെറ്റിൽ എന്ത് ചെയ്യും, ഈ പറഞ്ഞ ഒരു ബോട്ടാണത്. അതായത് ഇന്റർനെറ്റിൽ മൊത്തം ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മളിപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ആർട്ടിക്കിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ആർട്ടിക്കിളോ അല്ലെങ്കിൽ നമ്മളൊരു വെബ്സൈറ്റ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇത് ഗൂഗിൾ എന്ത് ചെയ്യും, ആദ്യം ഇതിനെ കുറിച്ച് പഠിക്കും. ആദ്യം ഇത് എന്താണ് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആദ്യം ഗൂഗിളാണ് പഠിക്കുന്നത്. ഇതിനെയാണ് എന്ത് ചെയ്യുന്നത്, ക്രൗളിംഗ് എന്ന് പറയാം. പിന്നെ എന്ന് വെച്ചാൽ ഇതിനൊരു സ്ഥലത്ത് പോയി സ്റ്റോർ ചെയ്യും. ഒരു വലിയ ഡാറ്റാബേസ് ഉണ്ടാവും, ഗൂഗിളിൽ തന്നെ ഡാറ്റാബേസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ ഡാറ്റാബേസിൽ എന്ത് ചെയ്യും, സ്റ്റോർ ചെയ്യും. ഇതിനാണ് ക്രോളിംഗ് ഇൻഡെക്സിംഗ് എന്ന് പറയാം അല്ലെ, ക്രോളിംഗ് ഇൻഡെക്സിംഗ് എന്ന് പറയാം. എന്നിട്ട് വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു ഷൂ ആണ് നിങ്ങൾ ആഡ് ചെയ്തത്, ഷൂസിന്റെ ഷോപ്പാണ്, ആ ഷോപ്പിന് വേണ്ടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഷൂസ് എന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഗൂഗിളിന് മനസ്സിലാവും. ആദ്യം തന്നെ നിങ്ങളെ കുറിച്ച് ആദ്യം പഠിച്ചിട്ടുണ്ടാവും. ഇപ്പൊ വരുന്നില്ലേ, നമ്മൾ
ഫോർ എക്സാമ്പിൾ ഇപ്പൊ എന്തെങ്കിലും ഒരു വസ്തുവിനെ കുറിച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ അത് ടോപ്പിൽ വരുന്നു. അതെങ്ങനെയാ വരുന്നത്? ഈ ക്രൗളിംഗ് ഇൻഡെക്സിംഗ് ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇത് ആദ്യം തന്നെ വരുന്നത്. കാരണം എന്താ വെച്ചാൽ ഇത് ചിന്തിക്കും, ഇതിന്റെ ഷൂസിന് അടിച്ചതാണ്, അപ്പൊ അതിനടിച്ച ഒരു കണ്ടന്റും കാര്യങ്ങളൊക്കെ അത് എന്ത് ചെയ്യും, അതിന് ഡാറ്റാബേസിൽ പോയി ചെക്ക് ചെയ്തിട്ടാണ് അത് എന്ത് ചെയ്യുന്നത് കൊണ്ടുവന്ന് നമ്മൾ എത്തിക്കുന്നത് അല്ലെ. ഇതാണ് സംഭവം, ഇതാണ് ക്രൗളിംഗ് ഇൻഡെക്സിംഗ് എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ റോബോട്ടോ.txt ഫയൽ എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ വെബ്സൈറ്റിലുള്ള ചില പേജസിലേക്ക് സെർച്ച് എഞ്ചിൻസിലുള്ള ആക്സസ് വേണ്ടാന്ന് വെക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുക റോബോട്ടോ.txt ഫയൽ ഉപയോഗിക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് കണ്ടന്റ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാം ഇതുവഴി നല്ല കാര്യക്ഷമമായിട്ട് തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ആ ഒരു ഫയല് എങ്ങനെയാണ് നമ്മുടെ വെബ്സൈറ്റിലേക്ക് ആഡ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പിന്നെ അത് മാത്രമല്ല, അത് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല. അതായത് നമുക്കിപ്പോ ഒരു URL നമുക്ക് ഇഗ്നോർ ചെയ്യണം. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ വേണ്ടിയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് ഇത് ഉപയോഗിക്കുന്നത്. roboto.txt കേട്ടോ, ടെക്സ്റ്റ് ഫയലാണത്. നമ്മളിപ്പോ നമ്മള് ജാവയിലൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, അത് പറഞ്ഞിട്ടുണ്ട്, എക്സ്റ്റൻഷൻ എന്നാണ് അതിനെ പറയാ. ജാവ ആണെങ്കിൽ .java എന്ന് കൊടുക്കും, ടെക്സ്റ്റ് ഫയൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും .txt കൊടുക്കാൻ പറ്റും. ഓക്കെ, ഡോക്ക് എന്നാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ഫോർ എക്സാമ്പിൾ ഗൂഗിളൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഗൂഗിൾ ഒരു ഷീറ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഡോട്ട് എന്ത് ചെയ്യും, നമുക്ക് ഷീറ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ XLS എന്നുള്ള രീതിയിൽ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ് എക്സ്റ്റൻഷൻ. അതെ, ഇപ്പൊ നമ്മൾ നേരെ SEO ടൂളിലേക്ക് വരിക, SEOയിലേക്ക് വരിക. എന്നിട്ട് അവിടെ ടൂൾസ് എന്നൊരു ഓപ്ഷൻ ഉണ്ടാവും, അത് നമ്മൾ എന്ത് ചെയ്യാം ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഓപ്പൺ ചെയ്യാം. ഇവിടെ ഫയൽ എഡിറ്റർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഫയൽ എഡിറ്ററിൽ കയറുക, അവിടെ നമുക്ക് ഇവിടെ എന്ത് roboto.txt ഫയല് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് നിങ്ങളെ പുതിയ സൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാവില്ല. ഇത് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തതാണ്. ഓൾറെഡി ഈ പ്ലഗിൻ ഇൻസ്റ്റാൾ ചെയ്തപ്പോൾ ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്താണ് ആക്സസ് ചെയ്താണ്. ഇത് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഫയലിൽ കയറുന്ന സമയത്ത് അവിടെ ഓട്ടോമാറ്റിക് പ്ലഗിന് തന്നെ ചോദിക്കും roboto.txt ഫയല് robots.txt ഫയൽ. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യാം ഒരു വേർഡ്പ്രസിന്റെ സൈറ്റിലേക്ക് ഈ roboto.txt ഫയലും അതേപോലെ XML സൈറ്റ് മാപ്പും നമ്മൾ എന്ത് ചെയ്യാം ആഡ് ചെയ്യേണ്ടത്. ഇപ്പൊ എന്താ നമ്മൾ ആഡ് ചെയ്യുന്നത്? ഇപ്പൊ നമ്മളൊന്നും ആഡ് ചെയ്യാല്ല, ഇതിവിടെ ഓൾറെഡി ഇതിൽ ആഡ് ആണ്. ഈ കാണുന്ന ഈ ഒരു ഫയലാണ് ഇത്, ഈ roboto.txt ഫയൽ എന്നുള്ളത്. ഡിസലോ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഇത് വന്നിട്ടുണ്ട്. ഇപ്പൊ എനിക്കൊരു ഡിസോലോ ചെയ്യണം, ഒരു പാത്തിൽ എനിക്ക് കയറണ്ട, ഒരു അബൌട്ട് അസ് എന്നുള്ള പേജിലേക്ക് കയറണ്ട. അപ്പൊ എങ്ങനെ നമ്മൾ എഡിറ്റ് ചെയ്യാം? അതായത് ഈ ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നേരെ ഗൂഗിളിലേക്ക് വരിക, ഇവിടെ വന്നിട്ട് robot.txt ഫയല് ജനറേറ്റർ, അതെ TXT ഫയൽ ജനറേറ്റർ എന്നുള്ളത് എടുക്കാം. എടുത്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് കുറേ സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൽ കയറിയതിന് ശേഷം നമുക്ക് ഇവിടെ ഉണ്ടാവും സൈറ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യാം നമ്മൾ ഇവിടെ ഇട്ട് കൊടുക്കുക. നമ്മുടെ അതെ അതെ അതെ, അതായത് ഉദാഹരണം ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളെ സൈറ്റ് ഇവിടെ ഇതാണ് നമ്മളെ സൈറ്റ്. നമ്മുടെ ഈ സൈറ്റിന്റെ ലിങ്ക് എന്ത് ചെയ്യാം നമ്മൾ കോപ്പി ചെയ്യാം. എന്നിട്ട് നേരെ നമ്മളിവിടെ നമ്മൾ ആ പറഞ്ഞ സൈറ്റിലേക്ക് വരിക. ഇവിടെ അലൗഡ് അതേപോലെ ഉണ്ടാവും, ഡിസലൗഡ് ഉണ്ടാവും. ഇവിടെ എന്ത് ചെയ്യാം നമ്മളെ സൈറ്റ് വിൽക്കാം, ലിങ്ക് എടുക്കുക, കൊടുക്കാം, പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഗൂഗിളിന്റെ ഡിഫോൾട്ട് ആയിട്ട് അലൗഡ് എന്നുള്ളത് ഡിഫോൾട്ട് ആയിട്ട് ഇട്ടിട്ടുണ്ട്. ഗൂഗിളിനെ അലൗഡ് ചെയ്യണം. അതെ, എല്ലാ ഗൂഗിളിന്റെ ഗൂഗിൾ ഇമേജ്, ഗൂഗിളായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം, അതേപോലെ വേറെ എല്ലാ സെർച്ച് എഞ്ചിന്റെയും നമ്മൾ എന്ത് ചെയ്യാം ഡിഫോൾട്ട് തന്നെ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണ്ടാത്തത് എന്ത് ചെയ്യാം ഞങ്ങള് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം ക്രിയേറ്റ് ഡൗൺലോഡ് ഉണ്ടാവും. ക്രിയേറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ roboto.txt ഫയൽ ക്രിയേറ്റ് ചെയ്ത് കിട്ടും. ഇത് നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം കോപ്പി ആക്കിയിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. യോസിന്റെ ടൂൾസ് കയറിയിട്ട് ഫയൽ എന്നുള്ളിടത്ത് കയറിയിട്ട് എന്ത് ചെയ്യാം നിങ്ങൾക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റണമായിരിക്കും. അതായത് ഡാഷ്ബോർഡിൽ പോവാ, എന്നിട്ട് നേരെ നമ്മൾ എന്ത് ചെയ്യാം യോസിന്റെ പ്ലഗിൻ ഓപ്പൺ ആക്കുക, എന്നിട്ട് ടൂൾസ് എടുക്കുക, ഫയൽ എഡിറ്ററിൽ കയറുക, എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യാം പേസ്റ്റ് ചെയ്യാം. ഇത് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ്.
ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫയല് ഇവിടെ എഡിറ്റ് ചെയ്തിട്ട് സേവ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇതേപോലെയാണ് എന്ത് വേണ്ടത്, ഒരു roboto.txt ഫയല് വേണ്ടത്. അതായത് ഇത് വേണമെന്നില്ല കേട്ടോ, അതായത് ക്രിയേറ്റ് ചെയ്ത സൈറ്റിന്റെ പേര് ആവശ്യമില്ല, അത് ഒഴിവാക്കാം. ഈ ഒരു രീതിയിലാണ് എന്ത് വേണ്ടത്, roboto.txt ഫയല് നമുക്ക് വേണ്ടത്. ഓക്കെ, നമുക്കപ്പോൾ ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു ലിങ്ക് നമുക്ക് ഡിസലോ ചെയ്യണമെങ്കിൽ തന്നെ ഇത് ചെയ്യാൻ പറ്റും, ഏതൊക്കെ വെബ്സൈറ്റിൽ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയുള്ള രീതിയിലൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതിലാണ് robots.txt എന്നുള്ളത് മനസ്സിലാക്കാം. പിന്നെ നെക്സ്റ്റ് അപ്പോൾ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കിയത്. ഈ കാര്യങ്ങളാണ് നമ്മുടെ സൈറ്റിൽ മെയിൻ ആയിട്ട് എന്ത് ചെയ്യണം, ഗൂഗിളത്തെ സെർച്ച് എൻജിൻസിന്റെ സ്പൈഡേഴ്സിനെ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കയറ്റാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് മെയിൻ ആയിട്ട്. ഓക്കെ, അപ്പോൾ ഇതിലെന്തെങ്കിലും സംശയവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്, അപ്പൊ അതിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് സംശയങ്ങളും കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ചോദിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ എന്തെങ്കിലും ഒരു ടോപ്പിക് നിങ്ങൾക്ക് വേണം, എക്സ്ട്രാ എന്തെങ്കിലും വേണം, അതായത് ഇതല്ലാത്തൊന്ന് നിങ്ങൾക്ക് പഠിക്കണം എന്നെന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യാം. നമ്മുടെ വീഡിയോ തന്നെ, ഈ വീഡിയോ തന്നെ എന്ത് ചെയ്യുക, കമന്റ് ചെയ്ത് പറയാം നിങ്ങൾ ഈ വീഡിയോ ചെയ്യുമോ എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ചെയ്തുതരും. ഓക്കെ, അന്ന് ചെയ്തുതരും. നെക്സ്റ്റ് ഏതാ, ഇതൊക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ മെയിൻ ആയിട്ട് കാര്യങ്ങൾ, അതായത് ടെക്നിക്കൽ എസ്ഇഒയിൽ വേണ്ടപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചത്. ഇന്ന് എന്തൊക്കെ പഠിച്ചേ, സ്പീഡ്, പേജിന്റെ സ്പീഡ്, അതേപോലെ തന്നെ ഇമേജ് ഒപ്റ്റിമൈസേഷന്റെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ robots.txt സൈറ്റ് മാപ്പ് കാര്യങ്ങളും, പിന്നെ നമ്മൾ എങ്ങനെയാണ് ഒരു പെർഫോമൻസ് നോക്കുക, എങ്ങനെയാണ് ചെക്ക് ചെയ്യാന്നുള്ളതെല്ലാം എല്ലാം കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് അടക്കം കാണിച്ചു. ഓക്കെ, അപ്പൊ ഇതൊക്കെ കൂടിയിട്ട് എപ്പോഴാണ് നമുക്ക് ഇവർക്ക് ഒരു പ്രൊജക്ടിന്റെ എസ്ഇഒന്റെ ഈ ഇനി ഒരു ഓഫ് പേജ് എസ്ഇഒ കൂടെ ഉണ്ട്, അങ്ങോട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഈ സൈറ്റിൽ തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്തിട്ട് എല്ലാം ഒന്നിച്ച് ചെയ്തിട്ട് ഒരു എസ്ഇഒ മൊത്തം ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാം. ഇപ്പൊ നമ്മൾ സൈറ്റ് മാപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരു പ്രൊജക്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഇത് മൊത്തം കഴിഞ്ഞ ശേഷം നമുക്ക് ഒരു വീഡിയോ ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ഇന്ന് ടെക്നിക്കൽ എസ്ഇഒ എന്താണെന്ന് നമ്മൾ പഠിച്ചു. നാളെ ഓഫ് പേജ് എസ്ഇഒ, നാളെ ഓഫ് പേജ് എസ്ഇഒ. അപ്പോൾ ഓൺ പേജ് എസ്ഇഒ നിങ്ങൾ പഠിച്ചു, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ടെക്നിക്കൽ എസ്ഇഒ പഠിച്ചു. ഇനിയാണ് ഓഫ് പേജ് പഠിക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നല്ല നല്ല കണ്ടന്റ്സ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക, ലൈക്ക് അടിക്കുക. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. കീപ് വാച്ചിങ്.